ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ കഴിഞ്ഞ 5 ദിവസമായി അല്ലേ? രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെയുണ്ട്. ഇവിടെയുള്ള എല്ലാ ഈ പ്രദേശത്തിന്റെ മൊത്തം തെർമൽ ഇമേജ് എടുക്കുന്ന ഒരു സംഘത്തിന്റെ അംഗം ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. താങ്കളുടെ പേര്? എൻ്റെ പേര് മുസ്തഫ. നമ്മൾ യൂത്ത് അലൈവ് എന്നുള്ളൊരു ടീം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയുടെ ആയിട്ടുള്ള അവരുടെ മിനറൽ എക്സ്പ്ലോറേഷൻ ആണ് മെയിനായിട്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബോഡി എവിടെയെങ്കിലും ഉണ്ടോന്നുള്ള, മണ്ണിനടിയിൽ ഉണ്ടോന്നുള്ള കണ്ടെത്താൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇന്നലെ അവിടെ മുണ്ടക്കയിൽ അല്ലേ? അതെ, മുണ്ടക്കൈ തെർമൽ ഇമേജ് ഒരു ബോഡി കിട്ടിയിരുന്നു. ഇത് ഉപയോഗിച്ച് വേറെ ടീമാണ് ഇത് ഉപയോഗിച്ചിട്ട് കിട്ടിയിരുന്നു. അപ്പൊ നമ്മൾ ഒരു മറ്റൊരു ഏരിയ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ തെർമൽ ഇമേജ് ഉപയോഗിച്ചിട്ടാണോ ഈ നമ്മുടെ ജീവൻ തുടിപ്പ് മാത്രമല്ല, അപ്പൊ നമുക്കൊരു ബോഡി ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ കാണിക്കും. ഇതിൽ ഓരോ ഏരിയത്തെ നോർമൽ ടെമ്പറേച്ചർ ഒരു 24 ഒക്കെ കാണിക്കുമ്പോൾ സമയത്തിലൊരു നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു 33 പോലെ വരുന്നുണ്ട്. ആ സമയത്ത് ഒരു ഡെഡ് ബോഡി ആണെങ്കിൽ ഒരു 3 ദിവസത്തിൽ കൂടുതലൊക്കെ കഴിഞ്ഞ ഡെഡ് ബോഡി ആണെങ്കിൽ അത് 45 മുതൽ 60 വരെയുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും കാണിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഡെഡ് ബോഡി ഉണ്ട്, മനുഷ്യന്റെ ആവാം മൃഗത്തിന്റെ ആവാം, ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അവിടെ നിന്നൂടിയും കുഴിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണ്. ഇന്ന് ആ മുണ്ടക്കൈ മേഖലയിൽ തന്നെയായിരുന്നു? ഇന്ന് ഈ മേഖല ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഇവിടെയും പിന്നെ നമ്മൾ മോസ്കിന്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് പോന്നിരുന്നു ടീമായിട്ട്. നാളെ ഇവിടെ തന്നെ ഉണ്ടോ? നാളെ. ഇനി ഏതൊക്കെ മേഖലകളിലായിരിക്കും ഒരുപക്ഷെ ഈ പ്രധാനമായും ഈ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്താൻ സാധ്യത കൂടുതലുള്ള മേഖലകൾ ഏതൊക്കെയാണ്? എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് വെച്ച് നോക്കിയിട്ടുള്ളത് പറയുന്നത് ഇപ്പം ഈ ഒരുപാട് പാറ കഷ്ണങ്ങൾ വന്ന് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിയൊക്കെ ഒന്നുകൂടിയും നോക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ള ഏരിയയൊക്കെ ഏകദേശം JCB ഉപയോഗിച്ചു മറ്റുള്ള ആളുകൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അടിയിലോട്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഇൻസ്ട്രുമെന്റ്സിന് ഒരു പരിധിയുണ്ട്, അതിനുള്ളിലോട്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്കും ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വലിയ ബൗൾഡേഴ്സ് ആണല്ലോ. അപ്പൊ അതിന്റെ അടി മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് പ്രകാരം ബുദ്ധിമുട്ടാണ്. അത് JCB ഉപയോഗിച്ച് മാറ്റി തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിന്റെ അടുത്തൊരു അഡ്വാൻസ് ലെവൽ സാധനങ്ങൾ കൊണ്ടുവന്നാലേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. ചതുപ്പ് നിലങ്ങളിലോ? ചതുപ്പ് നിലങ്ങൾ നമ്മളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു 2 മീറ്റർ വരെയൊക്കെ എന്ത് ചെയ്യാം, ഏകദേശം കണ്ടെത്താം. പക്ഷെ അതിന്റെ താഴോട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ വേണ്ടി വരും മെഷീൻസ്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള ദുരന്ത മേഖലയിൽ എപ്പോഴും പോകാറുണ്ടോ? ദുരന്ത മേഖല നമ്മൾക്കിപ്പോ ഇത് ഉപയോഗിച്ചെന്നല്ല, മറ്റുള്ള അതല്ലാത്ത പ്രവർത്തനത്തിനായാലും എന്ത് ചെയ്യാറുണ്ട്, എല്ലാ സമയത്തും ഇറങ്ങാറുണ്ട്. നമ്മുടെ നാട്ടിലും വെള്ളം കയറുന്ന നാടുകളൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെയും നമ്മൾ പ്രവർത്തിക്കുന്നത് അതേ ഒരു മറ്റുള്ള ഏരിയയിൽ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഉടനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എത്തിപ്പെടാറുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി.